ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, നോർത്ത് ഈസ്റ്റ് കോർണറാണ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തുപ്രകാരം എല്ലാ വീട്ടിലും ഒരു വാസ്തുപുരുഷ സങ്കല്പമുണ്ട്. ആ ഒരു ഭൂമിയിൽ അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ ഒരു വാസ്തുപുരുഷൻ കിടക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ ആ വാസ്തുപുരുഷൻ കമന്ന് കിടക്കുന്നതായിട്ടും അദ്ദേഹത്തിന്റെ ശിരസ് വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തും പാദം തെക്കു പടിഞ്ഞാറ് ഭാഗത്തുമായിട്ടാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഇതെവിടെയാണ്? ശിരസ്സാണ്. അപ്പോൾ ആ ശിരസ് വന്നിരിക്കുന്ന സ്ഥലം വടക്ക് കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ ഏതൊരു വീടിന്റെയും വടക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ അഭിവൃദ്ധി അവിടം കൊണ്ട് അവസാനിക്കും. മറ്റു വീടുകൾ അപേക്ഷിച്ച് ഈ വീട് അഭിവൃദ്ധി കുറഞ്ഞ വീടായിരിക്കും. വടക്ക് കിഴക്ക് ഭാഗം ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. വടക്ക് കിഴക്ക് ഭാഗം മിസ്സായിട്ടുള്ള ഒരു വസ്തുവിലായാലും ഒരു വീട്ടിലായാലും അത് നമുക്ക് പല രീതിയിൽ ബാധിക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴുത്തിന് മുകളിലേക്കുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകാം. മൈഗ്രെയിൻ, തൈറോയിഡ്, അങ്ങനെ തലവേദന, എന്തിനു പറയുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം വരെ ഇതുകൊണ്ട് നമുക്ക് ബാധിക്കാം. 2, വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും സെപ്റ്റിക് ടാങ്കോ വേസ്റ്റ് വാട്ടറിന്റെ കുഴിയോ പാടില്ല. ഇനി വീട്ടിലേക്ക് വരാവുന്ന ഏറ്റവും നല്ല വഴി ഏതെന്ന് ചോദിച്ചാൽ, അതായത് നിങ്ങളുടെ ഒരു വസ്തുവിൽ വടക്കിലോ കിഴക്കിലോ നിങ്ങൾക്കൊരു റോഡുണ്ടെങ്കിൽ ആ ഭാഗത്തു നിന്നും വടക്ക് കിഴക്കിലേക്ക് വസ്തുവിൽ കയറുന്ന രീതിയിൽ നിങ്ങൾക്കൊരു വഴി ഏറ്റവും ശുഭകരമായിരിക്കും. ഇനി ഒരു കിണറിന്റെ അല്ലെങ്കിൽ ഒരു സമ്പിന്റെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബോർവെലിന്റെ സ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വടക്ക് കിഴക്ക് ഭാഗത്താണ്. ഇനി ഒരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നുള്ള കാറ്റും വെളിച്ചവും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ യാതൊരു തരം നിർമ്മിതികളും വടക്ക് കിഴക്ക് ഭാഗത്ത് പാടില്ല. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ സാരമായ രീതിയിൽ ബാധിക്കും. അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ പണിയാത്തതാണ് ഏറ്റവും നല്ലത്. അതായത് ഈശാന കോണിൽ നിങ്ങൾ കിച്ചൺ പണിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റോ പണയം വെച്ചോ പോവും. നിങ്ങൾ വലിയ സാമ്പത്തിക പ്രശ്നത്തെ ഫേസ് ചെയ്യേണ്ടി വരും. കേരളത്തിൽ ബഹുഭൂരിപക്ഷം വീടുകളിലും ഈ ഭാഗത്ത് കിച്ചൺ ഉണ്ട്. അത് പക്ഷേ ഇപ്പോൾ പലരും മാറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പലർക്കും അത് ബോധ്യമായിട്ടുണ്ട്. നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന വീടുകളിലൊക്കെ ചെന്ന് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ അത് ശരിവെക്കുന്നുണ്ട്. അപ്പം കിച്ചണിൻ്റെ സ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെക്ക് കിഴക്കിലാണ് ഏറ്റവും നല്ല സ്ഥാനം. അതായത് അഗ്നികോണിൽ, സൗത്ത് ഈസ്റ്റ് കോർണറിൽ. അവിടെ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് വായു കോണിലേക്ക് അത് മാറ്റാവുന്നതാണ്. അപ്പോൾ വടക്ക് കിഴക്ക് അത്രയും വൃത്തിയായി സൂക്ഷിക്കുക. അവിടെ ഒരു തരത്തിലുള്ള നിർമ്മിതികളും ഒന്നും പാടില്ല. നമുക്ക് വീടിൻ്റെ പ്രധാന വാതിൽ, ഗേറ്റ്, കിണറ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഭാഗത്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി നമുക്ക് ഫെങ്ഷുയിലെ ചില ടൂൾസുകളിലേക്ക് പോവാം. ഫെങ്ഷു എന്ന് പറയുമ്പോൾ ഒരു 5 എലമെൻസിൻ്റെ ബാലൻസിങ് ആണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് എന്ന് പറയുന്നത് എർത്ത് എലമെന്റ് ആണ്. അപ്പോൾ ഫെങ്ഷുയിൽ ക്രിസ്റ്റലുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു വീടിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണർ നിങ്ങൾക്ക് മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾക്കൊരു ക്രിസ്റ്റൽ ബോൾ ഹാങ് ചെയ്യുന്നത് നല്ലതാണ്. ഇതാണ് ക്രിസ്റ്റൽ ബോൾ. അപ്പം സൗത്ത് വെസ്റ്റിൽ ഒരു നമ്പറുണ്ട്. അവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 ക്രിസ്റ്റൽ ബോളുകൾ നിങ്ങളുടെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഹാങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എർത്ത് എനർജിയെ കൂടുതൽ സ്ട്രോങ് ആക്കാനും ആ ഭാഗം കൊണ്ടുള്ള ദോഷത്തെ പരിഹാരമായിട്ട് അത് ഉപയോഗിക്കാം. ഇനി നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഒത്തിരി സ്റ്റോൺസ് ഉണ്ട്. ഇത് ഗ്രീൻ ജേഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോൺ ആണ്. ഇത് നമുക്ക് ഹെൽത്തിനെ മെച്ചപ്പെടുത്താനായിട്ടും വെൽത്തിന് വേണ്ടിയിട്ടും ഫംഗ്ഷനിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഗ്രീൻ ജേഡ്. അടുത്തത് കർണേലിയൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രേസ്ലെറ്റ് ആണ്. ഇത് റൂട്ട് ചക്ര ആക്ടിവേഷൻ ചെയ്യാനും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്കും തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും നല്ലതാണ്. ഇത് 7 ചക്രാസിനെ ബേസ് ചെയ്യുമ്പോൾ മൂലാധാര ചക്രവുമായിട്ട് ഈ സ്റ്റോണിന് ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്ന മറ്റൊരു സ്റ്റോൺ എന്ന് പറയുന്നത് ടൈഗർ ഐ ആണ്. ടൈഗർ ഐ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ടൈഗർ ഐ നമ്മളെ സഹായിക്കുന്നതാണ്. ഇതിൻ്റെ മാല, ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ട്. ടൈഗർ ഐ ധരിക്കാവുന്നതാണ്. ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി മുന്നോട്ട് പോകുമ്പോൾ വൈറ്റ് ക്രിസ്റ്റലുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത് നമുക്ക് ധരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ബ്രേസ്ലെറ്റുകളുണ്ട്. ബ്രേസ്ലെറ്റുകളാണെങ്കിൽ പെൺകുട്ടികൾക്കാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലും ആൺകുട്ടികൾക്കാണെങ്കിൽ റൈറ്റ് ഹാൻഡിലും ധരിക്കാവുന്നതാണ്. ഇനി റോസ് കോഴ്സ്, വിവാഹപ്രായമെത്തിയ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പെട്ടെന്ന് വിവാഹം നടക്കാൻ വേണ്ടി റോസ് കോഴ്സ് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. നല്ല റിസൾട്ടാണ് റോസ് കോഴ്സ് തരുന്നത്. അടുത്തത് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു സ്റ്റോൺ എന്ന് പറയുന്നത് അമത്തിസ്റ്റിൻ്റെ സ്റ്റോൺ ആണ്. ഇത് എപ്പോഴും ഒരു സ്പിരിച്വൽ എനർജിയാണ്. എപ്പോഴും ഒരു ഡിവൈൻ എനർജിക്ക് വേണ്ടിയിട്ട് നമുക്ക് അമത്തിസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.